ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ മലയാറ്റൂർ പോകുന്ന വിശേഷങ്ങളാണ് ഇന്ന്. അപ്പം ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ കയറി. ഞങ്ങൾക്ക് ആദ്യം ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ എറണാകുളത്തോട്ടാണ് പോകുന്നത്. അപ്പം അടുത്ത് ഞങ്ങൾക്കിപ്പം സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് അവിടെ ഇരുന്നു. കൊച്ചു കിടന്ന് ഉറങ്ങുന്നു. ഒത്തിരി ആൾക്കാർ രാവിലെയാണ്. ഞങ്ങൾ വെളുപ്പിന് 5 മണി ആയപ്പം പോയതാണ്. ഇതിപ്പം വെളുപ്പിന് 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. നേരത്തേക്കാണ് വണ്ടി വന്നത്. ഞങ്ങൾ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. അത്ര ഭർത്താവും ഞാനും കൊച്ചും കൂടാണ് പോകുന്നത്. അവൾ ഉറങ്ങുന്നു ട്രെയിന്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേരൊക്കെ ഇരിപ്പുണ്ട്. ഞാനാണ് അറ്റത്തിരിക്കുന്നത്. കാഴ്ചകളൊക്കെ കാണുവാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങാനാണ് കയറിയത്. ഉണ്ടോ, പത്രമൊക്കെ വായിക്കുന്നുണ്ടോ? രാവിലെ എല്ലാവരും പത്രം വായിക്കുന്നു, ചായ കുടിക്കുന്നു. അവൾ ചിരിക്കുക കേട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നതിന്. ഭർത്താവ് ഇരുന്ന് ഉറങ്ങുക. അപ്പം ഞങ്ങളിങ്ങനെ പോകണ്ടോ, ടാറ്റ ആയിരുന്നു. ഇങ്ങനെ പോയി. ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങാനായിട്ടാണ്. ഈ വണ്ടി എറണാകുളം വരെ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് എറണാകുളത്ത് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണേ. അപ്പം മലയാറ്റൂർ പോയിട്ടുണ്ടോ? എല്ലാവരും പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും മോളും. ഭർത്താവ് എപ്പോഴും ഇടയ്ക്കൊക്കെ പോകും. അപ്പം ഇങ്ങനെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് പോവുകയാണ്. അപ്പം എറണാകുളത്തുനിന്ന് ഇനിയും ഞങ്ങൾ മെട്രോയ്ക്ക് പോകാനായിട്ടാണ് പോകുന്നത്. സ്റ്റെപ്പൊക്കെ കയറി പോവുക. ട്രെയിനിലൊക്കെ നേരത്തെ കയറിയത്. മെട്രോ ചെന്നു. ഞാൻ ഇത് കണ്ടോ, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ സാധനം കൊണ്ടോ ഓരോരുത്തർ സ്കാൻ ചെയ്ത് വേണം ഇങ്ങോട്ട് കയറാൻ. നമ്മളെ അവിടുന്ന് കടത്തി വേണമെങ്കിൽ ആ സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി. ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ അതേ കണ്ടോ, ഓരോരുത്തരെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനതെല്ലാം വീഡിയോ എടുത്ത്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഞാനും കൊച്ചും. അപ്പോൾ എല്ലാവരും അത് സ്കാൻ ചെയ്ത് ശരിയായില്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ ലോക്ക് ചെയ്യുന്ന സാധനം വന്നെങ്കിൽ ലോക്ക് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് വേണം നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറാൻ. ഞങ്ങൾ വന്നിട്ട് അവിടുന്ന് മറ്റേ ലിഫ്റ്റ് വഴി കയറുന്നിടത്ത് കൂടെ കയറുക. അതിൽ കയറി മേളിൽ പോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാൻ ഓടി അങ്ങ് കയറി കണ്ടോ, അതേ കൂടെ കയറി. ഞങ്ങൾ കയറി മേളിൽ രണ്ടിടത്തൂടെ കയറണമായിരുന്നേ. അല്ലാണ്ട് ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ കയറിയപ്പം കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മെട്രോയിൽ കയറി. ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. ഞാനും എൻ്റെ മോളും. സന്തോഷമായിരുന്നു. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്ന് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിന്നു. ഓരോ കാഴ്ചകൾ കാണുവാണ്. ഉണ്ടോ, ഓരോന്ന് ഇതെല്ലാം എറണാകുളം സിറ്റിയാണ് കാണുന്നതൊക്കെ. കുറച്ചുണ്ടോ, കൊച്ചു നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് അവൾ നിൽക്കുക അവിടെ. ഞാനിങ്ങനെ അവളെ നിൽക്കുന്നത് എടുത്താണ്ടോ, അവളവിടെ ഇരുന്നു. അവൾക്കിരിക്കാൻ സ്ഥലം കിട്ടിയാണ്ട് അവിടെ ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. ഞങ്ങൾ ഇരിക്കുവാണ്. ആലുവയിൽ ഇറങ്ങാനാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. നേരിട്ടുള്ള വണ്ടി കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഈ വണ്ടി ആലുവ വരെ ഉള്ളതുകൊണ്ട് ഇറങ്ങി. ആലുവയിൽ നിന്ന് പിന്നെ തിരിച്ച് ഇറങ്ങുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് വേണം ഇറങ്ങാൻ. എല്ലാവർക്കും അറിയാമായിരിക്കും. ഞങ്ങളാദ്യമാണ് തിരിച്ചിറങ്ങി. ഞങ്ങൾ രക്ഷ അവളത് കാർഡും കൊണ്ട് നിൽക്കുവാണ്. വലിയ ഗമയിലാണ് നിൽക്കുന്നത്. ആ സാധനമാണ്. അത് സ്കാൻ ചെയ്യണം നമ്മളവിടെ. അത് ചെയ്ത് അങ്ങോട്ടും കയറുമ്പോഴും ഉണ്ട്, ഇറങ്ങുമ്പോഴും ഉണ്ട്. അപ്പോൾ ഇറങ്ങി ഞങ്ങൾ പിന്നെ ബസ് കയറി. ആലുവയിൽ ചെന്നിട്ട് ബസ് കയറി കാലടിക്ക് ഉള്ള ബസ്സിലോട്ടാണ്. ബസ്സിലിരിക്കുന്നത് സ്ഥലമൊക്കെ കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്.
അങ്കമാലിയിലാണ് ഈ സ്ഥലം, കാലടി അങ്കമാലി. ഞങ്ങൾ എന്നിട്ട് ഒന്നും കഴിക്കാതെ രാവിലെ ഇവിടുന്ന് പോയി അവിടെ ചായ കുടിക്കാൻ കയറി, കാപ്പി കുടിക്കാനായിട്ട്. ചായ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. വിശന്ന് പൊരിഞ്ഞിരിക്കുക. ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ. എത്ര നേരമായെന്നറിയോ? രാവിലെ വെളുപ്പാങ്കാൽ 4 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. അവിടെ കഴിക്കാൻ വന്ന് പാലപ്പം ഞങ്ങൾ പറഞ്ഞത്, പാലപ്പവും മുട്ടക്കറി. പക്ഷെ പാലപ്പം വലിയ ഗുണമൊന്നുമില്ലായിരുന്നു, ഭയങ്കര പുളിപ്പായിരുന്നു അപ്പത്തിന്. ഭർത്താവ് പൊറോട്ട വാങ്ങിച്ചു, ഞങ്ങൾ അപ്പം വാങ്ങിച്ചു. അപ്പം കഴിക്കട്ടെ, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു. ഞങ്ങൾ ഇറങ്ങി പള്ളിയിൽ ചെന്നു. പള്ളിയുടെ പരിസരങ്ങൾ അതാ കാണിക്കുന്നില്ല. കുരങ്ങിരിക്കുന്നുണ്ടോ? ഞങ്ങളവിടെ ബാത്റൂമിൽ പോയായിരുന്നു. ആ ബാത്റൂമിൻ്റെ വാതൊക്കെ എല്ലാം കുരങ്ങ് വന്നിരിക്കുന്നുണ്ടോ? അങ്ങോട്ട് കയറുന്നിടം മൊത്തം കുരങ്ങാ. ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? നമ്മളെന്തെങ്കിലും കൊടുത്ത് ഓടി വരും, ഓടി വന്ന് കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമുക്ക് പേടിയായിരുന്നു, തലയിലെങ്ങാനും കയറി ഇരിക്കുമോ. അപ്പം ഞങ്ങളിങ്ങനെ കുരങ്ങിനെ നോക്കി നടണ്ടോ, അതിൻ്റെ വികൃതികൾ കാണുവാണ്. നേട്ടങ്ങാണം വന്നു, അതിൻ്റെ വികൃതികളെല്ലാം കണ്ട്. അവളാണ് വരത്തില്ല എന്നെ കണ്ടിട്ട്. കണ്ടോ, ഓരോരുത്തർ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്, അത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കുരങ്ങൊക്കെ. വരുന്നവരെല്ലാം അതിനെ നോക്കിയിരിക്കുക. വണ്ടിയുടെ പുറത്തെല്ലാം കയറിയിരിക്കും. ഇത് 1-ാം സ്ഥലമാണ്. നമ്മൾ കുരിശിൻ്റെ വഴിയാണ് അത്. അവിടെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചാണ് കയറിയത്. 14 സ്ഥലത്തും മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ കയറുന്നത്. ഇടയ്ക്കത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ മെഴുകുതിരി എത്തിച്ചു. തുടക്കത്തിൽ ഇങ്ങനെ കയറി 14 സ്ഥലത്തും ഇതുപോലെ ഉണ്ട്. അവിടെ 14 സ്ഥലത്തും മെഴുകുതിരി കത്തിക്കണം. ഞങ്ങൾ കത്തിക്കുന്നില്ല, കത്തിക്കാതെ കയറുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോന്ന് കത്തിച്ച് വെക്കുന്നതെല്ലാം കെട്ട് പോകും. പിന്നെ ഓരോരുത്തരോടെ മെഴുകുതിരി കൊണ്ട് വെച്ച് അങ്ങ് കയറി പോവുക. ചിലർ കെട്ടുപോകും, കൊണ്ട് കത്തിക്കുമ്പോൾ നിൽക്കത്തില്ല കയ്യിൽ. ഭയങ്കര കാറ്റാണ്. കണ്ടോ, മുത്തപ്പൻ്റെ ഫോട്ടോ ഉണ്ടോ? നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനൊക്കെ. എല്ലാവരും പോയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. മല കയറി പോകുമെന്ന് വിചാരിച്ചില്ല. കാലിനൊക്കെ ഭയങ്കര വേദനയും വയ്യാഴിയൊക്കെ ഇടയ്ക്ക് ഉണ്ടായി. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കയറി ഞങ്ങൾ അങ്ങ് ചെന്നു. കണ്ടോ, ഇത് നമ്മളാ കയറുന്നിടമാണ്. അവിടെ നല്ല മനോഹരമായൊരു മരമൊക്കെ ഉണ്ട്, പൂവ് നിറച്ച്. കണിക്കൊന്നയാണ് നിൽക്കുന്നത്, നല്ല രസം. എല്ലാവരും അതിൻ്റെ തണലത്തിരിക്കുന്നതുണ്ട്. ഞങ്ങൾ അവിടെ ഇച്ചിരി നേരമൊക്കെ ഇരുന്നു. അവിടെ പള്ളിയുടെ അടുത്ത്, പള്ളിയുടെ വാതിലാണ്. ഞങ്ങൾ കയറാൻ ആരംഭിക്കുവാണ്. ആദ്യത്തെ മെഴുകുതിരി കത്തിച്ച് കയറി. ഇനി അങ്ങോട്ട് കയറാൻ പോകുന്ന വാതിലേത്. അവിടെ ഓരോരുത്തർ ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ കല്ലൊക്കെ കിടക്കുന്നുണ്ടോ? കല്ലെ ചവിട്ടിയാണ് കയറുന്നത്. ഞാൻ ചെരുപ്പൊക്കെ ഊരി. കാലിനൊക്കെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, എന്നാലും ചെരുപ്പെല്ലാം ഊരിയിട്ട്. അവൾ ഷൂ ഒക്കെ ഇട്ടാണ് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷൂ എല്ലാം ഊരി. ഞങ്ങളങ്ങനെ ഓരോ സ്ഥലവും കടമ്പകൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. പ്രാർത്ഥിച്ചാണ് കയറുന്നത്. ഓരോരുത്തർ കുരിശിൻ്റെ വഴി ചൊല്ലുന്നുണ്ട്. 14-ാം സ്ഥലം കണ്ടോ, ഓരോ സ്ഥലമാണ് ഇതിങ്ങനെ. ഞങ്ങൾ കയറി പോകുമ്പോൾ ഒത്തിരി സ്ഥലത്ത് ഇരുന്നൊക്കെ ഓരോരുത്തർ കയറുന്നത്. ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒക്കെയാണ് കയറിയത്. ഭർത്താവിന് കുഴപ്പമില്ല, പുള്ളി അങ്ങ് ഓടിച്ചാടി കയറും. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര കാലിനൊക്കെ മുട്ടിനൊന്നും വേദനയില്ലായിരുന്നു. എനിക്കെൻ്റെ കാലിൻ്റെ കൊച്ചു വിരലിങ്ങനെ പാറയെ തട്ടിയായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ. പിന്നെ പെയ്യെ പിച്ച് വെച്ച് അങ്ങ് നടന്ന് കയറി. ഓരോരുത്തർ കമ്പൊക്കെ ഊന്ന് കൊടുത്താണ് കയറുന്നത്. ഞങ്ങൾ കമ്പൊന്നും ഇല്ല, അല്ലാതെ തന്നെ കയറിയത്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു.
ഉണ്ടോ? അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര കാടല്ല, ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. കൊക്കയാണ് അവിടെ എല്ലാം. ഞങ്ങൾ കയറി അങ്ങ് ചെന്നു. പള്ളിയുടെ പരിസരങ്ങൾ അതുണ്ട്. അവിടെ നിന്ന് നോക്കാം നല്ല ഭംഗിയാണ്. സ്റ്റെപ്പ് ഇത് നമ്മൾ കയറി വന്നിടമല്ല, ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പാണ്. നമ്മൾ ഈ പൊൻകുരിശുണ്ട് അവിടെ, കുരിശിൻ്റെ അവിടുന്ന് അത് കണ്ടേച്ച് താഴോട്ട് ഇറങ്ങുന്നിടം ഇവിടെ. ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല. എനിക്ക് അന്നേരം വയ്യായിരുന്നു, കയറി അങ്ങ് പോയി കഴിഞ്ഞ് വയ്യായിരുന്നു. അതൊക്കെ കാരണം വിട്ടങ്ങ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്നിടം അതുകൊണ്ട് ഇവിടെ കിണറാണ്. ഇവിടെ പള്ളിയിലൊരു പറ്റാത്ത കിണറുണ്ട്. അതുകൊണ്ട് ഇതാണ് കാലിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ മുത്തപ്പൻ്റെ കാൽപാദം ഇത്. അവിടെ അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം പറ്റാത്ത കിണറുണ്ട്. അവിടുന്ന് കണ്ടോ, അവിടുന്ന് വെള്ളം കോരി ഞങ്ങൾ 3 പേരും കുടിച്ചു. അതിനകത്ത് വെള്ളം നോക്കുന്നില്ല, പക്ഷേ അതിനകത്ത് പറ്റത്തില്ല, വെള്ളമുണ്ട്. എത്ര പേർക്ക് എന്നാലും കുടിക്കാം. നല്ല രുചിയാണ് വെള്ളത്തിന് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. ഞങ്ങൾ വെള്ളമൊക്കെ കോരി കുടിച്ചു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. നേരത്തെ ഈ പാറ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവരവിടെ 4 വശമൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് അതൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന്. ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു. അവിടെ ആ താഴോട്ടുള്ളതൊക്കെ കിണറിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ. ഭയങ്കര താഴ്ച, അങ്ങോട്ട് നോക്കിയാൽ പുക പോലെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്നു, വീഡിയോ എടുത്തു. പിന്നെ ഓരോരുത്തർക്ക് ഫോട്ടോ എടുത്തു കൊടുത്തു. ഒരുപാട് കാണാനുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയതാണ്. അപ്പം ഇതുണ്ട്, അവിടെ എല്ലാം ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. ഓരോരുത്തർ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അവർക്കെല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. അത് കണ്ടോ, ആ സ്റ്റെപ്പ് ഇങ്ങനെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. അതെല്ലാം പള്ളി ഓരോ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പൊൻകുരിശിൻ്റെ. ഞങ്ങളവിടെ എല്ലാം കണ്ടിറങ്ങുവാണ്, ചെരുപ്പൊക്കെ ഇട്ട്. മരങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. പാറപ്പുറത്താണ് മരമൊക്കെ നിൽക്കുന്നത്. ഒരു തുള്ളി മണ്ണോ ഒന്നുമില്ല, പാറയുടെ പുറത്താണ്. നമ്മളോർക്ക് ഈ പാറപ്പുറത്ത് എങ്ങനെ ഈ മരമൊക്കെ ഉണ്ട്, ഭയങ്കര അത്ഭുതം അത് കേട്ടോ. മണ്ണൊന്നും ഇല്ലാതെ മരം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഒരു കാറ്റടിച്ചാലും ഒന്നും പോകുമല്ലോ. എത്ര മഴയും കാറ്റും ഒക്കെ വന്നു, ഒരു മരം പോലും അവിടെ വീണിട്ടുമില്ല. അതാണ് ഞാനും ഓർത്തെൻ്റെ ദൈവമേ, എനിക്ക് കയറാൻ പറ്റത്തില്ല, ഞാൻ അങ്ങ് കയറിപ്പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കയറിയോണ്ടൊന്നും അറിഞ്ഞില്ല, കയറിപ്പോയി. ഇനി സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങണം. ഇറങ്ങിയിട്ട് പിന്നെയും കല്ലും മണ്ണും ഒക്കെ കേട്ടോ. ഞങ്ങളതിന് അവിടെ നിന്ന് മരത്തിൻ്റെ ചോട്ടിൽ ഫോട്ടോ എടുക്കുവാണ്. കൊച്ചും ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു. ഫോട്ടോ എടുത്തു. അവിടെയൊക്കെ കണ്ട ഇങ്ങനെ പുക പോലെ കിടക്കുന്നത്. നമുക്കിവിടെ നോക്കി അവളൊന്നും കാണത്തില്ല, അങ്ങ് പുകഞ്ഞ് കിടക്കും. മഞ്ഞാണോ എന്തുവാന്ന് അറിയത്തില്ല, പക്ഷെ മഞ്ഞ് പോലെ കിടക്കുന്നത്. ഞങ്ങളിനി പിന്നെ ഇറങ്ങി പിന്നെയും താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ കയറിയതിനേക്കാളും ബുദ്ധിമുട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ. അങ്ങനെ കാല് ബാലൻസ് ചെയ്ത് വേണം ഇറങ്ങാൻ. അപ്പം നമ്മുടെ കാലിനൊക്കെ ഒരു വേദനയല്ല, എൻ്റെ കാല് രണ്ടും ഇങ്ങനെ പൂട്ടിയിടിക്കുമായിരുന്നു, ഇങ്ങനെ വിറവിൽ പോലെ മുട്ടിന് താഴോട്ടും. പയ്യെ പിന്നെ ഇറങ്ങിയൊക്കെ പോകുന്നു. കൊച്ചിനും ഉണ്ടായിരുന്നു എനിക്കുണ്ട്. പുള്ളിക്കാരൻ അങ്ങനൊന്നുമില്ല, പുള്ളി നേരത്തെ കയറിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല.